നിങ്ങളുടെ നാട്ടിൽ ഇതിന്റെ പേരെന്താണ് പറയുന്നത്? ഞങ്ങളുടെ നാട്ടിലെ ലോലോലി അല്ലെങ്കിൽ ലവലോലി എന്നൊക്കെയാണ് ഞങ്ങൾ ഇതിന്റെ പേര് പറയുന്നത്. കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്കൂളിൽ പോയിട്ട് വരുന്ന വഴി വീടുകളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞ ലോലോലിക്ക നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര കൊതിയായിരുന്നു. ഇന്ന് പുളിയുള്ള സാധനങ്ങളോട് നമുക്ക് അത്രയും ഇഷ്ടമില്ലെങ്കിലും ചെറുപ്പകാലത്ത് മിക്കവരുടെയും ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫ്രൂട്ട് ആയിരിക്കണം ഒരു പക്ഷേ ഈ ലോലോലി അല്ലെങ്കിൽ ലവലോലി എന്ന് പറയുന്നത്. ഉപ്പിലിടാനും അച്ചാറിടാനും വൈനിടാനും ഒക്കെ നല്ലതാണിത്. ജുവൽമോളുടെ മൂന്നാമത്തെ ബർത്ത്ഡേക്ക് നമ്മൾ 3 പ്ലാന്റ് ആയിരുന്നു നട്ടത്. ഒരു ചെറിയും ഒരു പ്ലാവും പിന്നെ നമ്മൾ ഇതുപോലെ ലവലോലിയും വരെ നട്ടിരുന്നത്. ഈ ലവലോലി ആണെങ്കിൽ ആദ്യം ഫസ്റ്റ് ഇത് കായ പിടിച്ച സമയത്ത് വളരെ കുറച്ച് കായ്കൾ മാത്രമേ ഉണ്ടാകുള്ളൂ. അപ്പൊ എനിക്ക് സങ്കടമായു, പഴയ നമ്മൾ കാണുന്നത് പോലെ നിറയെ ഉണ്ടായിരുന്നൊക്കെ വിഷമമായിരുന്നു. ഇത്തവണ കുറെ കാ പിടിച്ചിട്ടുണ്ട്. നമ്മളത് അധികം ഈ കുറച്ച് ഇത് പഴുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ആൾക്കാർ മിക്കവരും ഇത് പറിച്ചിട്ട് അച്ചാറിടുക, ലവലോലി മറ്റേ ഉപ്പിലിടുക ഒക്കെ ചെയ്യുന്നത്. പക്ഷെ കുറച്ചുകൂടി മൂത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ കുരുവിന് കുറച്ച് കട്ടി കൂടുതലായിരിക്കും ചിലതിന്. അപ്പൊ ഞാനത് കാരണം അധികം പഴുക്കുന്നതിന് മുമ്പേ തന്നെ കുറച്ച് കാന്താരിമുളകൊക്കെ കുട്ടി ഉപ്പിലിട്ടു. അപ്പം എനിക്കിഷ്ടമാണ് അത്. കുട്ടികൾക്കൊന്നും ഈ സത്യം പറഞ്ഞാൽ അവർക്ക് ഈ അങ്ങനെയുള്ള സാധനങ്ങളോടൊന്നും സത്യത്തിൽ നമ്മൾ ഇങ്ങനെ താല്പര്യത്തിൽ നടന്നാൽ അങ്ങനെ വലിയ ഇഷ്ടമൊന്നും അങ്ങനെ തോന്നുന്നൊന്നുമില്ല. എങ്കിലും നമ്മുടെ ആ ഒരു പഴയ ഓർമ്മകൾ ഒരു പക്ഷെ കുറച്ച് കഴിഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഉള്ളതായിരിക്കും ഇത്. അപ്പം ഞാനിതുപോലെ ഇത് വീഡിയോ എടുത്തപ്പോൾ ഇത് ഷെയർ ചെയ്യാമെന്ന്